വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഒരു വലിയ ഉപന്യാസത്തിനോ നിരൂപണത്തിനോ അപ്പുറം ഒരു നിമിഷം കൊണ്ട് പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഉപാധിയാണ് ചിത്രങ്ങൾ. 1000 വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രമെന്ന് പറയുന്നത് വെറുതെയല്ല. ചിലപ്പോഴെങ്കിലും വാക്കുകൾക്കും മുകളിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ, അഭിപ്രായങ്ങളെ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ ചിത്രങ്ങൾക്കാകും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്തരത്തിൽ നിരവധി ചിത്രങ്ങൾ കാണാൻ കഴിയും. കോൺസെപ്റ്റ് ഫോട്ടോഗ്രാഫി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആരൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കോൺസെപ്റ്റ് ഫോട്ടോഗ്രാഫർമാർ എന്ന് ഗൂഗിളിൽ തിരയുമ്പോൾ ആദ്യം വരുന്ന പേരുകളിൽ ഒന്ന് തിരുവനന്തപുരം സ്വദേശി അരുൺ രാജ് നായരുടേതാണ്. സമകാലിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അരുൺ രാജിന്റെ ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ മേഖലയിൽ നിന്ന് തനിക്ക് നേരിട്ട അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണ് അരുൺ. തനിക്ക് ഭീഷണികൾ ഒരുപാട് നേരിട്ടിട്ടുണ്ടെന്ന് അരുൺ പറയുകയാണ്. ഞാൻ ദിലീപിന്റെ കേസ് കോൺസെപ്റ്റായി എടുത്തിട്ടുണ്ട്. ദിലീപ് എന്ന് പേരെടുത്ത് തന്നെ പറയും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പേര് വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചവരിൽ ഒരാളാണ് ഞാൻ. നടിക്ക് നീതി കിട്ടില്ലെന്ന് എഴുതി വെച്ചാണ് ഞാൻ കോൺസെപ്റ്റ് ചെയ്തത്. അയാളുടെ കയ്യിൽ കാശുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. നിയമം സ്ട്രോങ് ആയതുകൊണ്ടല്ല. ഞാനിത് പറഞ്ഞപ്പോൾ കൈ ഉണ്ടെങ്കിലല്ലേ ഫോട്ടോ എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ വന്നു. മരണഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. തെറ്റായ കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്. ഞാൻ ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടിയാണ്. കന്യാസ്ത്രീയെ ആക്രമിച്ച കേസിലും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അന്ന് കുറെ ടീമുകൾ വന്ന് തെറി അഭിഷേകമായിരുന്നു. മെസ്സേജിലാണ് തെറി വിളിക്കുന്നത്. കമന്റിൽ ആരും തെറി വിളിക്കില്ല. കാരണം എന്റെ ഫോളോവേഴ്സിൽ കൂടുതൽ പേരും വിവരമുള്ളവരാണ്. കമന്റിൽ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചു മറുപടി കൊടുക്കേണ്ടി വരില്ല. ഫോളോവേഴ്സ് തന്നെ പണി കൊടുത്തോളും. വിജയ് ബാബുവിന്റെ വിഷയത്തിലും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. സിനിമയിലേക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ആൾക്കാർ വരുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവുമ്പോൾ പരാതി പറയുന്ന സംഭവങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. പെൺകുട്ടിക്ക് കൂടുതൽ നിയമ പരിരക്ഷ കിട്ടാൻ കാരണമുണ്ട്. എന്നെ ഒരു പെൺകുട്ടി പീഡിപ്പിച്ച് കേസായാൽ എന്റെ സുഹൃത്തുക്കൾ ചോദിക്കുക, എടാ എങ്ങനെയുണ്ട്, സൂപ്പറാണോ എന്നായിരിക്കും. എന്നാൽ ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയായാൽ അവളോട് ചോദിക്കുന്ന ചോദ്യം ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്നതായിരിക്കും. ഇതുകൊണ്ടാണ് പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കാത്തതും വിവരങ്ങൾ പരസ്യപ്പെടുത്താത്തതും. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം കോൺസെപ്റ്റ് ആക്കിയത് എന്നും അരുൺ പറയുന്നു. മാത്രമല്ല പല നടിമാരും പറയാറുണ്ട്, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതെയാണ് സിനിമയിൽ വന്നതെന്നൊക്കെ. ഈ പറയുന്ന പല പെൺകുട്ടികളെയും പേഴ്സണലി എനിക്കറിയാം. അഭിമുഖത്തിൽ വന്നിരുന്ന നാടകം കളിക്കുമ്പോൾ പലതും വിളിച്ചു പറയാൻ തോന്നില്ലേ? ഇവരിൽ പലരും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് സിനിമയിൽ വന്നവരാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പല നടിമാരും നിർമ്മാതാവിന്റെയോ സംവിധായകന്റെയോ ഒന്നും പേര് പറയില്ല. ഇതാണ് ഇവിടെ വേറൊരു വിഷയം. RGV എന്നൊരാളുണ്ട്. സർട്ടിഫൈഡ് വുമണൈസർ ആണ് അയാൾ. ഈയിടെ അയാൾ ഒരു പെൺകുട്ടിയെ സിനിമയിൽ കൊണ്ടുവന്നത് ഓർമ്മയുണ്ടോ? എന്റെ കോൺസെപ്റ്റ് ഫോട്ടോഗ്രാഫി ചാൻസ് ചോദിച്ചയാളാണ് ഈ പെൺകുട്ടി. അസാധ്യമായ ആക്ടിംഗ് സ്കിൽ ഉള്ള പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ പഴയ വീഡിയോകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. RGVയുടെ ഓഫർ വന്ന സമയത്ത് ഈ കുട്ടിയെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. അയാൾ ഇങ്ങനെയൊരാളാണെന്നും സമൂഹം മോശമായിട്ടേ കാണൂ എന്നൊക്കെ. എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ ചേട്ടാ എന്നാണ് പറഞ്ഞത്. പൈസയാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷനാണ് പിന്നെ അവിടെ നടന്നത്. ആ കുട്ടി പോയി എന്നും അദ്ദേഹം പറയുന്നു.